യാഗശാലയാവാൻ ഒരുങ്ങി തലസ്ഥാനം. നാളെയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ക്ഷേത്ര ദർശനത്തിനായി ഭക്തരുടെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതവും ക്രമീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണമുണ്ട്. ഇന്ന് ഉച്ചമുതൽ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു, വലിയ ഭക്തജന തിരക്കാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഗതാഗത നിയന്ത്രണവുമുണ്ട് നഗരത്തിൽ. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പ്രത്യേകമായ നിയന്ത്രിച്ച പാതകളിലൂടെയാണ് ഭക്തജനങ്ങളെ ഭക്തജനങ്ങളെ അമ്മയുടെ ദർശനത്തിനായി കയറ്റിവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ അറിയാം. വളരെ ക്രമീകരിച്ചിട്ടുള്ള വഴിയിലൂടെ ചിട്ടയായ രീതിയിലാണ് വലിയ രീതിയിലുള്ള അനുഭവപ്പെടുന്നത്. ദേവി ക്ഷേത്രം മുതൽ ഏതാണ്ട് കിള്ളിപ്പാലം വരെയുള്ള ഇടങ്ങളിൽ കാണാനായി ചൂടും കാണുക എന്നത് മാത്രമാണ് പ്രധാന ഉദ്ദേശം. സാങ്കേതിക തടസ്സങ്ങളാൽ ടിൻഡുവിന് നേരെ ശ്രവിക്കാൻ കഴിയുന്നില്ല. എന്തായാലും തലസ്ഥാന നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുകയാണ് ഓരോ മണിക്കൂറിലും. തീർത്തും യാഗശാലയാകാൻ ഒരുങ്ങുകയാണ് അനന്തപുരി. ഈ അവസാനവട്ട ഒരുക്കങ്ങൾ എന്ന് പറയാം. അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു കാത്തിരിപ്പിന്റെ. ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ശേഷം ഈ ഒരു ദിനത്തിനായാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത്. ടിൻഡു, തുടരാം. ആറ്റുകാൽ ദേവി ക്ഷേത്ര പരിസരത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദേവി പരിസരത്ത് നിന്നും കിള്ളിപ്പാലം വരെയുള്ള ഇടങ്ങളിൽ ഭക്തജനങ്ങൾ വെയിലും ചൂടും ഒക്കെ വകവെച്ചുകൊണ്ട് ദേവിയെ ഒരു നോക്ക് കാണാനായി കാത്തുനിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഭീതകാംക്ഷിയായ അല്ലെങ്കിൽ ഇഷ്ടവരദാനിയായ ദേവിയെ ഒരു നോക്ക് കാണാനായി മണിക്കൂറുകളോളം ഭക്തജനങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും കനത്ത ചൂട് അവഗണിച്ചാണ് ഭക്തർ നീണ്ട നിര മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് അമ്മയുടെ ദർശനത്തിനായി. രാവിലെ മുതൽ തുടരുന്ന ക്യൂ ഇപ്പോഴും തുടരുകയാണ്. വലിയ ക്രമീകരണങ്ങളൊക്കെ ക്ഷേത്ര നടയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഭക്തർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീണ്ട നിര അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം ക്ഷേത്ര നട മുതൽ കിള്ളിപ്പാലം വരെയുള്ള റോഡുകളിൽ ഈ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിലെ പ്രകാരമായിരിക്കും ഈ ഭക്തജന ഒഴുക്ക് എന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം ആ റോഡിലൊക്കെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ട്, ഗതാഗത നിയന്ത്രണങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുണ്ട്. ഇനി ഉച്ച മുതൽ ഇന്ന് നഗരത്തിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും.